ഹായ് ഓൾ. നമുക്ക് നെക്സ്റ്റ് വീക്കിലെ നിഫ്റ്റിയുടെ ഇമ്പോർട്ടന്റ് ലെവൽസും ട്രേഡ് സെറ്റപ്പുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ഞാൻ ഈ ഒരു വീഡിയോയില് നിഫ്റ്റിയുടെ സ്പോട്ട് പ്രൈസിന്റെ ഇമ്പോർട്ടന്റ് ലെവൽസും അതുപോലെ തന്നെ മാർക്കറ്റ് പ്രൊഫൈൽ ആൻഡ് ഓർഡർ ഫ്ലോയിനെ ബേസ് ചെയ്തിട്ടുള്ള ഫ്യൂച്ചറിന്റെ ലെവൽസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈൽ സ്റ്റുഡൻസിന് വേണ്ടി ലൈവ് ട്രേഡിംഗ് സെഷൻ സൂം പ്ലാറ്റ്ഫോമിലൂടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്കും ആ ഒരു ലൈവ് സെഷനിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ആലിസ് ബ്ലൂവിന്റെ ഡിമാറ്റ് അക്കൗണ്ട്, നമ്മുടെ റെഫറൽ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് നമ്മളോടൊപ്പം നിങ്ങൾക്ക് നമ്മുടെ ലൈവ് ട്രേഡിംഗ് സെഷൻ അറ്റൻഡ് ചെയ്ത് നിങ്ങളുടെ ട്രേഡിംഗ് ജേണിയെ കുറച്ചുകൂടി നിങ്ങൾക്ക് ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ. അപ്പം ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ ഒരു 5 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലാണ്. നാളത്തേക്ക് നിഫ്റ്റിയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ഇവിടെ ഒരു ലെവൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. 25,700 ലെവല് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതേപോലെ തന്നെ അപ്സൈഡിൽ ഞാൻ ഈ ഒരു ഏരിയ ഒരു റെസിസ്റ്റൻസ് സോണായിട്ട്, അതുപോലെ തന്നെ നോട്ട് ട്രേഡിംഗ് സോണായിട്ട് ഇത്ര ഒരു ഏരിയ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു 25,830 മുതൽ 25,900 വരെയുള്ള ആ ഒരു ഏരിയ ഒരു റെസിസ്റ്റൻസ് സോണായിട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ മുകളിലായിട്ട് ഞാൻ മാർക്ക് ചെയ്ത ലെവൽ എന്ന് പറയുന്നത് 26,120 ലെവൽ മുതൽ 26,150 ലെവലാണ്. അപ്പൊ നാളെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് മാർക്കറ്റിലുണ്ടെങ്കിൽ, ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിന്റെ മുകളിലോട്ട് മാർക്കറ്റ് പോകുന്ന സമയത്ത് ഇവിടെ നമുക്കൊരു ലോങ് എൻട്രിക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ 25,700 ലെവലിൽ നിന്ന് 25,800 ലെവലിലേക്ക് മാർക്കറ്റ് എത്താനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ നാളെ ഇനിയിപ്പോ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ ടച്ച് ചെയ്ത് ഇവിടുന്ന് ഒരു റിജക്ഷൻ വരുവാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു റിവേഴ്സൽ എൻട്രി പ്ലാൻ ചെയ്യാവുന്നതാണ്. അതായത് മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു പ്രൈസ് റിജക്ഷൻ, ഇപ്പൊ നമ്മൾ മാർക്കറ്റ് പ്രൊഫൈൽ ആൻഡ് ഓർഡർ ഫ്ലോ ചെയ്യുന്നവർക്ക് ഓർഡർ ഫ്ലോയിൽ നല്ലൊരു റിവേഴ്സൽ പാറ്റേൺ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ഇവിടുന്ന് ഒരു റിവേഴ്സൽ ട്രേഡ് പ്ലാൻ ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ പലപ്പോഴും ഞാൻ ഓർഡർ ഫ്ലോയിനെ ബേസ് ചെയ്ത് റിവേഴ്സൽ പാറ്റേൺ ഒക്കെ ഉള്ള സമയത്ത് ഞാൻ ഗ്രൂപ്പിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പം നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ. അപ്പൊ ഇവിടെ നമുക്കൊരു പുട്ട് സൈഡിലേക്ക്, ഒരു പി സൈഡിലേക്ക് നമുക്ക് എൻട്രി പ്ലാൻ ചെയ്യാം. ഇനിയിപ്പോ മാർക്കറ്റ് ഈ ഒരു ഏരിയന്റെ മുകളിലായിട്ട്, അതായത് 25,900 മുകളിലായിട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അപ്പം ആ ഒരു ലെവൽ ഒരു 50 മിനിറ്റിന്റെ ക്യാൻഡിൽ അല്ലെങ്കിൽ ആ ഒരു ഏരിയയുടെ മുകളിലായിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ നമുക്കൊരു ലോങ് എൻട്രിക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഒരു അപ്സൈഡ് മൂവ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇതിനടുത്ത് വേറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവൽസും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ നമുക്ക് നിയറസ്റ്റ് ആയിട്ട് ഒരു 26,000 ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടായിട്ട് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പം ആ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. അടുത്ത ഒരു ഏരിയ എന്ന് പറയുന്നത് 26,120 ലെവലാണ്. ഓക്കെ. 26,120 അപ്പൊ അതേപോലെ തന്നെ നമുക്ക് നിഫ്റ്റിയുടെ ഡൗൺ സൈഡിലേക്കുള്ള എൻട്രി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ മുകളിൽ പോയിട്ട് ഇവിടുന്ന് മാർക്കറ്റ് താഴേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ 25,630 ലെവല്, ആ ഒരു ലെവൽ കട്ട് ചെയ്ത് പോകുന്ന സമയത്ത്, അതായത് മാർക്കറ്റ് ഈ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ മാത്രം ഈ ഒരു എൻട്രി ട്രൈ ചെയ്യാം. ഒരുപക്ഷെ ഫ്ലാറ്റ് ഓപ്പണിംഗ് നിന്ന് മാർക്കറ്റ് താഴേക്ക് പോവുകയാണെങ്കിൽ ഈ ഒരു ഏരിയ നിങ്ങൾ കൺസിഡർ ചെയ്യരുത്. പിന്നെ കുറച്ചുകൂടി ഒരു സേഫ് ആയിട്ടുള്ള ഒരു എൻട്രി എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയുടെ താഴെയാണ്. അതായത് 25,500 താഴെയാണ്. 25,500 ലെവൽ ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ നിന്ന് ബയേഴ്സ് ആക്റ്റീവായിട്ട് മാർക്കറ്റിനെ മുകളിലോട്ട് കൊണ്ടുപോയ ഒരു ഏരിയ ആണ്. അപ്പം ആ ഒരു ലെവലിന്റെ താഴെയായിട്ട് നമുക്കൊരു ഫർദർ ഫാൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യാം. ചെറിയൊരു സ്പേസ് മാത്രമേ ഉള്ളൂ. 25,500 ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 25,440 എന്ന് പറയുന്ന ലെവലിലേക്ക് മാർക്കറ്റ് എത്തുന്നതാണ്. അപ്പൊ അതേപോലെ തന്നെ ഈ ഒരു ലെവലിന്റെ താഴെ 25,400 താഴെ എഗെയിൻ ഒരു ഫർദർ ഫാൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. മാർക്കറ്റിലെ ഓൾറെഡി ഒരു ഗ്യാപ്പ് ഫിൽ ചെയ്യാനുണ്ട്. നിങ്ങളെ മൈൻഡിൽ ഈ ലെവൽ ഉണ്ടാകണം. കഴിഞ്ഞ ദിവസം നമുക്കൊരു ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് തന്ന ആ ഒരു ഗ്യാപ്പ് അപ്പിന് ശേഷം മാർക്കറ്റിൽ ആ ഒരു ഗ്യാപ്പ് ഫിൽ ചെയ്യാനിട്ടുണ്ട്. അപ്പം വരും ദിവസങ്ങളിൽ മാർക്കറ്റ് വരാം, വരാതിരിക്കാം. എന്താണെങ്കിലും മാർക്കറ്റ് താഴേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഏരിയ കൺസിഡർ ചെയ്യണം. അതായത് 25,100 ലെവൽ, അതായത് നിഫ്റ്റിയുടെ ഗ്യാപ്പ് ഏരിയ ആണ്. അപ്പൊ ഓരോ ദിവസം മാർക്കറ്റ് പതുക്കെ പതുക്കെ ഗ്യാപ്പ് ഫിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ഒരു ലെവൽ നിങ്ങൾ മൈൻഡിൽ വെക്കുക. ഓക്കെ. അപ്പം ഞാൻ നേരെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ട്, അതായത് ഫ്യൂച്ചറിന്റെ ചാർട്ടിലേക്ക് പോവാണ്. അപ്പം കഴിഞ്ഞ ദിവസത്തെ വാല്യൂ ഏരിയ ഹൈയും വാല്യൂ ഏരിയ ലോയും നിങ്ങൾ മാർക്ക് ചെയ്യുക. അതായത് വാല്യൂ ഏരിയ ഹൈ എന്ന് പറയുന്നത് 25,700 ലെവലും ഇത് ഫ്യൂച്ചർ ചാർട്ടിന്റെ ലെവലാണ്.
അതുപോലെ തന്നെ വാല്യൂ ഏരിയന്റെ ലോ എന്ന് പറയുന്നത് 25,600 ലെവലാണ്. അപ്പം ഈ ഒരു ഏരിയന്റെ ഉള്ളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഒരു സൈഡ് വേസിനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അതുപോലെ തന്നെ ഒരു ഫാസ്റ്റ് ബ്രേക്ക് ഔട്ട് തരാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അപ്പൊ അതും നിങ്ങളുടെ മൈൻഡിൽ വെക്കുക. അതുപോലെ തന്നെ സൈഡിലേക്ക് നമുക്ക് ഈ ഒരു ഏരിയ, അതായത് 25,733 ലെവൽ ഒരു വോളിയം പ്രൊഫൈലാണ്. കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ വോളിയം നടന്ന ഏരിയ ആണ്. അതുപോലെ തന്നെ മാർക്കറ്റ് അപ്സൈഡിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ടാർഗറ്റ് വെക്കാൻ പറ്റിയ ഒരു റഫറൻസ് പോയിന്റ് ആണ് ഈ കഴിഞ്ഞ ദിവസം ഒരു നേക്കഡ് പി ഒ സിയിലൂടെ ഉണ്ട്. 25,820 823 ആ ഒരു ഏരിയ, ആ ഒരു ലെവൽ എന്ന് പറയുന്നത് ഒരു നേക്കഡ് പി ഒ സി ആണ്. അതുപോലെ തന്നെ ഡൗൺ സൈഡിലേക്ക് നമുക്ക് വേറെ ലെവൽസും കാര്യങ്ങളൊന്നും ഇല്ല. ഡൗൺ സൈഡിലേക്ക് നമുക്കൊരു സിംഗിൾ പ്രിന്റ് ആണ് ഇവിടെ ഉള്ളത്. അതായത് 25,325 ആണ്. ഓക്കെ. അപ്പം നാളത്തേക്ക് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഈ ഒരു വാല്യൂരിന്റെ ഹൈയില്, അതായത് 25,700 മുകളിലായിട്ട് ഒരു ഓപ്പണിംഗ് കിട്ടിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ മാർക്കറ്റിന് ട്രെൻഡിങ് ആവാനുള്ള ഒരു പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പം മാർക്കറ്റ് പ്രൊഫൈൽ ട്രേഡേഴ്സ് AND പീരീഡിന് ശേഷമാണ് ആ ഒരു പോസിബിലിറ്റിയെ കൂടുതലായിട്ട് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ലെവലിന്റെ താഴെയായിട്ട്, അതായത് 25,600 താഴെയായിട്ട് ഒരു ഫ്യൂച്ചർ ലെവലിൽ ഓപ്പണിംഗ് കിട്ടിക്കഴിഞ്ഞാൽ അഗൈൻ ഒരു താഴേക്കുള്ള ഒരു ഡൗൺ സൈഡ് ഡയറക്ഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.